കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇരുട്ടിൽ തപ്പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച ശേഷം അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിൽ. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും സ്ഥലം മാറിപ്പോയി. അന്തിമ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കാൻ കഴിയും എന്നതിൽ അവ്യക്തത തുടരുകയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഈ അന്വേഷണത്തിനിടയിലാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലം മാറിപ്പോയത്? ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ ആദ്യഘട്ട കുറ്റപത്രം വെച്ചിരുന്നു. പക്ഷേ ഇതിൽ അന്തിമ കുറ്റപത്രം ഇനിയും സമർപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞത് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്ന് ഈ കേസിലെ 2 പ്രധാന പ്രതികൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഈ കേസ് ഏത് നിലയിലെത്തി എന്നുള്ളത് വലിയ പ്രസക്തമാകുന്നത്. ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച ശേഷം അന്വേഷണം ഏറെക്കുറെ നിലച്ച മട്ടാണ്. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് സ്ഥലം മാറിപ്പോയി. അതോടൊപ്പം തന്നെ കവിത്കർ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, അദ്ദേഹം സ്ഥലം മാറിപ്പോയി. ഒപ്പം മനോജ്, ഏറ്റവും ഒടുവിൽ ഈ ടീമിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു മനോജും സ്ഥലം മാറി പോയതോടെ ഇപ്പോൾ ഈ അന്വേഷണം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. നിലവിൽ നമുക്ക് കിട്ടുന്ന അറിയിപ്പ് പ്രകാരമാണ് എങ്കിൽ പുതിയ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അന്വേഷണ ചുമതല കൈമാറി എന്നാണ് അറിയുന്നത്. അദ്ദേഹം ഇപ്പോൾ വന്നിട്ടേയുള്ളൂ. പശ്ചിമബംഗാൾ സ്വദേശിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ നിർമ്മൽ കുമാർ മോച്ചയാണ് പുതിയ അന്വേഷണ സംഘത്തലവൻ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് പഠിക്കണം, ഇതിന്മേൽ തുടരന്വേഷണം നടത്തണം, ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമേ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കൂ. അതിന് എങ്ങനെ പോയാലും 2-3 മാസമൊക്കെ എടുക്കും എന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. അതായത് മല പോലെ വന്നത് ഇപ്പോൾ എലി പോലെ പോയി എന്നുള്ളത് കൃത്യമായി തന്നെ പറയാം. ഇനി ഈ വന്ന പുതിയ ഉദ്യോഗസ്ഥൻ ഇതിന്റെ കാമ്പും കഴമ്പും കണ്ടെത്തി അന്തിമ കുറ്റപത്രം എപ്പോൾ വെക്കും, ആർക്കൊക്കെ എതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.